നമസ്കാരം പ്രിയ പ്രേക്ഷകരെ. നമുക്കെല്ലാം അറിയാവുന്ന ഒരു നഗ്ന സത്യം തന്നെയാണ്, ജനിച്ചാൽ ഒരിക്കൽ മനുഷ്യരുൾപ്പെടെ എല്ലാ ജീവജാലങ്ങൾക്കും മരണം ഉണ്ടാകും എന്ന ഒരു വാസ്തവം അല്ലേ? അപ്പോൾ നമ്മൾ അതൊരിക്കലും ഈ ദുനിയാവിൽ എന്താണ് ചെയ്യുന്നത്, എന്താണ് പ്രതീക്ഷിച്ചിരിക്കുന്നത് എന്ന് ഓർക്കുക. അതായത് നമ്മൾ ഒരു യാത്രക്കാരാണ് ഈ ഭൂമിയിലേക്ക് വന്ന് പിറന്നതിന് ശേഷം ഏത് നിമിഷവും ഇന്ന് നിമിഷം കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് യാത്ര തുടരും. നമ്മുടെ മരണം ഏത് നിമിഷവും ഉണ്ടാകും. ജനിക്കുന്ന ഏതൊരു രീതിക്കും അത് സംഭവിക്കുക തന്നെ ചെയ്യും. ഉറപ്പായ സത്യം എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. എന്നാൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്തോളം നമ്മൾ പരമാവധി ഏതെങ്കിലും തരത്തിൽ നന്മ ചെയ്യുവാൻ പരിശ്രമിക്കുക. ഇനിയിപ്പം നന്മ ചെയ്യാൻ കഴിയില്ല എങ്കിൽ തന്നെയും ആരെയും ഉപദ്രവിക്കാതെ ജീവിക്കാൻ ശ്രമിക്കുക. ആ ഒരു നന്മയെങ്കിലും ചെയ്ത് നമ്മൾ സൃഷ്ടികാരന്റെ അരികിലേക്ക് ചെന്നാൽ നമുക്ക് ഒരല്പമെങ്കിലും സ്വർഗീയമായ ആശ്വാസം കിട്ടും എന്ന് നമുക്ക് ഏവർക്കും പ്രതീക്ഷിക്കാവുന്ന ഒരു സത്യമാണ്. ഇത് മനസ്സിലാക്കി പ്രവർത്തിക്കാതെ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ദുഷ്ടതകളൊക്കെ അതിജീവിച്ച് ചെയ്തു പോയാൽ പടച്ചവൻ നമ്മളെ സൃഷ്ടിക്കും എന്നുള്ള കാര്യം ഉറപ്പാണെന്ന് ഓർമ്മ എല്ലാവർക്കും വേണം. അതിൻ്റെ ഓരോ കാര്യങ്ങളും ഓരോ മണ്ഡലങ്ങളും ഭഗവത്ഗീതയിലും രാമായണത്തിലും ഖുർആനിലും എല്ലാം വിശദീകരിച്ചതുപോലെ ഉള്ള നഗ്ന സത്യം നാം എല്ലാം മനസ്സിലാക്കണം. സ്വർഗവും നരകവും മരണത്തിന് ശേഷം ഉണ്ടാകുന്നതെങ്ങനെ, അതിന്റെ യാഥാർത്ഥ്യം എങ്ങനെ, അതിന്റെ മണ്ഡലങ്ങൾ എവിടെയൊക്കെ എന്ന് നാം സ്വയം ഒന്ന് വിലയിരുത്തി നമ്മൾ മനസ്സിലാക്കുന്ന ചില സത്യങ്ങൾ അത് എങ്ങനെയാണ് നമ്മുടെ മരണശേഷം നമ്മൾ എവിടേക്കാണ് ചെന്നെത്തുന്നത്, നമ്മളെ ശരി തെറ്റ് ഗുണങ്ങളുടെ ഫലം ചെന്നെത്തുന്ന മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് എന്ന് നാം ഓരോരുത്തരും ആലോചിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് സൃഷ്ടികാരന്റെ തണൽ പ്രതീക്ഷിക്കാം. അല്ലാതെ നമ്മൾ ദുഷ്ടതരങ്ങളൊക്കെ അംഗീകരിച്ച് ചെയ്തു പോയാൽ നമുക്ക് ഒന്നാം മണ്ഡലത്തിൽ ഭൂമിയെ പോലെ കഷ്ടത അനുഭവിക്കേണ്ട ഒരു മണ്ഡലമാണെന്നാണ് സിദ്ധാന്തങ്ങൾ അറിയപ്പെടുന്നത്. രണ്ടാം മണ്ഡലം കുറെ ഗുണങ്ങളായി, അങ്ങനെ 5 കുറെ ഗുണങ്ങളായി. ഏറ്റവും സ്വർഗരാജ്യം എന്ന് പറഞ്ഞ 9ാമത്തെ മണ്ഡലമാണ് പരലോകം. ആ ലോകത്ത് ചെല്ലുന്നവർക്ക് ഒരിക്കലും, അതായത് 7 മണ്ഡലത്തിൽ 7ാം മണ്ഡലത്തിലെങ്കിലും ചെല്ലുന്നവർക്ക് ഒരിക്കലും ഭൂമിയിലേക്ക് വരുവാനുള്ള മനസ്സ് വരില്ല. ആത്മാവായിട്ട് വരില്ല. കാര്യം അതിൽ വലിയൊരു രാജ്യം വേറെ ഇല്ലാന്ന് കണക്കാക്കും. എന്നാൽ 9ാമത്തെ പരിലോകത്തേക്കാണ് പിന്നെ അവർ ചെല്ലുന്നതെങ്കിലോ ഒരു കാരണവശാലും കാര്യം നമ്മൾ ഈ ഭൂമിയിലുള്ള കാര്യങ്ങളെല്ലാം മറന്നു കഴിഞ്ഞു. പിന്നെ നമ്മൾ പുതിയ ഒരു ജന്മം എടുക്കുകയാണ്. ആ ജന്മത്തിൽ ദൈവത്തിന് ഇഷ്ടപ്രകാരം നമുക്ക് പോകാം. എന്നാൽ ഈ 9 മണ്ഡലങ്ങളും പൂർത്തീകരിച്ച് പോകുന്നത് ഒരു അപൂർവമാണ്. അതിന് നമ്മൾ പ്രവാചകന്മാർ പോലും ചെന്നിട്ടുണ്ടോ എന്നുള്ള കൃത്യത നമുക്കറിയില്ല. 9ാം മണ്ഡലത്തിൽ ചെന്നു കഴിഞ്ഞാൽ അത് സൃഷ്ടിതാവിന്റെ അരികിൽ തന്നെയാണ്, സൃഷ്ടിതാവിന്റെ കണ്ണിൽ തന്നെയാണ്, സൃഷ്ടിതാവിന്റെ സംരക്ഷണത്തിൽ തന്നെയാണ് എന്നുള്ള ഉറപ്പാണ് നമ്മൾ മഹാഗ്രന്ഥങ്ങളിൽ, അതായത് ഗ്രന്ഥങ്ങളിലല്ല, ഖുർആനിലും ബൈബിളും ഭഗവത്ഗീതയിലും ഒക്കെ പറയാൻ നമുക്ക് ഒടുവിൽ കണ്ടെത്താൻ കഴിയുന്നത് നന്മയുടെ മാർഗം, ക്ഷമയുടെ മാർഗം, സമാധാനത്തിന്റെ മാർഗങ്ങൾ മാത്രമാണ്. അങ്ങനെ അനുസരിച്ച് പ്രസംഗിച്ചാൽ പോരാ, അനുസരിച്ച് പോകുന്നവർക്ക് തീർച്ചയായിട്ടും ഈ 9ാം പരിലോകം പൂർണ്ണ സ്വർഗ്ഗലോകം അല്ലെങ്കിൽ 7ാം പരിലോകമെങ്കിലും കിട്ടിയാൽ അവർക്ക് സമാധാനമായി. 5ാം പരിലോകം എന്ന് പറയുന്നത് 5ാം മണ്ഡലം എന്ന് പറയുന്നത് ഏകദേശം നിഷ്പക്ഷമായിട്ട് പോകാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ്. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളിൽ നിന്നും പിരിഞ്ഞു പോകുമ്പോൾ ഏത് മണ്ഡലത്തിലേക്ക് പോകുന്നു എന്ന് നമുക്കറിയില്ല. പിന്നെ ഒന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെ കൂടെ എത്ര സ്നേഹിക്കുന്ന സഹോദരങ്ങളായാലും മക്കളായാലും മാതാപിതാക്കളായാലും പ്രണയികളായാൽ തന്നെയും എല്ലാവരും കൂടുതൽ വിലകൽപ്പിക്കുന്ന മാതാപിതാക്കളെക്കാളും സഹോദരങ്ങളെക്കാളും വില കൽപ്പിക്കുന്നത് പ്രണയിക്കുന്നവരെയാണ്. സ്ത്രീയായാലും പുരുഷനായാലും അതിൽ കഴിഞ്ഞ് വേറെ ദൈവം പോലുമില്ല. ഇന്നത്തെ ക്രമേണ കണ്ടുവരുന്നത് അങ്ങനെയാണ്. മാതാപിതാക്കളെ കൊന്നാലും വേണ്ടി, സഹോദരങ്ങളെ കൊന്നാലും വേണ്ടി, ദൈവത്തെ പോലും ഭരിക്കപ്പെട്ടാലും ഞാൻ പ്രണയിക്കുന്നവൾ അല്ലെ പ്രണയിക്കുന്നവൻ അത് മതി എൻ്റെ ജീവിതത്തിൽ എന്ന് കാണുന്ന ഒരു യുവതലമുറയാണ് ഇന്നുള്ളത്. ഈ തലമുറയാണ് ഏറ്റവും ശാപം പിടിച്ചും നശിച്ചും
ഒന്നാം ലോക മണ്ഡലത്തിൽ പോലും ചെല്ലാൻ പറ്റാത്ത രീതിയിലേക്ക് വരാൻ സാധ്യതയുള്ളവരാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതല്ലല്ലോ. എന്നാൽ മരിക്കുന്നവരുടെ കൂടെ മരിക്കാൻ തയ്യാറായി നെട്ടോട്ടോടുന്ന ആൾക്കാരുമുണ്ട്, കാമുകന്മാരിൽ പലരും. എന്നാൽ നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ന് മരിക്കപ്പെട്ട ഒരു പ്രണയത്തിൽപ്പെട്ട ഒരാളാണെന്നുണ്ടെങ്കിൽ സ്ത്രീയായാലും പുരുഷനായാലും അത് അദ്ദേഹം സ്വയമാണ് മരിക്കപ്പെടുന്നത്, ദൈവത്തെ ചതിക്കുകയാണ്, ദൈവത്തെ വഞ്ചിക്കുകയാണ്. അതായത് ആത്മഹത്യ. ആത്മഹത്യപരമായിട്ട് ഒരു കാരണവശാലും ഒന്നാം മണ്ഡലം പോലും കിട്ടില്ല, എന്നാൽ ഭൂമിയിലും കിട്ടില്ല. അതായത് ആകാശത്തും ഭൂമിയിലും അല്ലാതെ നരകത്തിലും സ്വർഗത്തിലും അല്ലാത്ത രീതിയുടെ ഇടകലകൾ തീയിൽ പൊങ്ങിയിട്ടാണ് ഇങ്ങനെ നിൽക്കുന്ന അവസ്ഥയാണ് സ്വന്തമായി ആത്മഹത്യ ചെയ്യുന്നവരുടെ ഗതി എന്നാണ് നമ്മൾ സിദ്ധാന്തങ്ങളിൽ പഠിക്കുന്നത്, മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ ആത്മഹത്യ അല്ലാതെ വേറെ ഉപദ്രവത്തിലാണ് നമ്മൾ മരിക്കുന്നതെങ്കിലോ, പീഡനത്തിലോ അല്ലെങ്കിൽ കൊന്നു കഴിഞ്ഞാൽ അത് നമ്മൾ സ്വയം മരിക്കുന്നതല്ല. ചിലർ ആത്മഹത്യ പറയുകയായിരിക്കാം, ചിലർ കൊലപാതകം പറയുകയായിരിക്കാം. ഏതായാലും അങ്ങനെ മരിക്കപ്പെടുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞത് അത് നാം അതിൻ്റെ ഉത്തരവാദിയല്ല. അതുകൊണ്ട് തന്നെ ദൈവം നമ്മളെ ശിക്ഷിക്കത്തില്ല. ദൈവം നമുക്ക് സംരക്ഷണം നൽകും. നമുക്ക് പിന്നീട് നൽകേണ്ട ഏത് മണ്ഡലമാണ് ഇത് ദൈവമാണ് തീരുമാനിക്കുന്നത്. കാര്യം നാമല്ലല്ലോ. എന്നെ കൊല്ലാൻ വേറൊരാളോട് ഞാൻ പറഞ്ഞിട്ടല്ലോ എന്നെ കൊല്ലുന്നത്. അപ്പോൾ ഞാൻ നിരപരാധിയാണല്ലോ. ആ സാഹചര്യം വെച്ച് നോക്കുമ്പോഴേക്ക് ദൈവം നമുക്ക് ഒരു ഷഹീദിൻ്റെതായിട്ടുള്ള ഒരു കൂലി, അതായത് ദൈവത്തിന് വേണ്ടി ദൈവം പറഞ്ഞ പ്രകാരം നമ്മൾ മുന്നേറുവാൻ സ്വയം ആത്മഹത്യ ചെയ്യാതെ ശ്രമിച്ച് മുന്നോട്ട് പോകുന്ന വഴിക്ക് വേറൊരാളാണ് നമ്മളെ ആക്രമിക്കുകയാണെങ്കിൽ നമുക്ക് സ്വർഗം ഇല്ലെങ്കിലും തൊട്ടടുത്ത മണ്ഡലത്തിലെങ്കിലും നമുക്ക് സമാധാനമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാനുള്ളൊരു മാർഗം ദൈവിക ചൈതന്യത്തിൽ ഉണ്ടാകും, ഉറപ്പാണ്. അങ്ങനെയാണ് നാം മനസ്സിലാക്കുന്നത്. പിന്നെ നമ്മൾ ഒന്നുകൂടി മനസ്സിലാക്കാനുണ്ട്, ഈ ഭൂമിയിൽ നിന്ന് മരിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ ആ ശരീരം നഷ്ടപ്പെട്ടു, ആത്മാവ് രക്ഷപ്പെട്ടു, മരിച്ചു. ശരീരം നഷ്ടപ്പെട്ടാലും ആത്മാവ് മാറിയിരിക്കുകയാണ്. എന്നാൽ ആത്മഹത്യ ചെയ്യരുത് എന്ന് പറയുന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞാൽ ശരീരത്തെ വെട്ടിമുറിച്ച് പീസാക്കുന്ന സമയങ്ങൾ പോലും ഈ ആത്മാവ് നമ്മുടെ കൂടെ നമ്മുടെ ശരീരത്തെ വേദനിച്ച് കണ്ടുകൊണ്ടുതന്നെ വേദനിച്ചു പോകും. സഹിക്കാൻ വയ്യാതെ ആ ആത്മാവ് വളരെ പെടലി മരിച്ചു അങ്ങനെയുള്ള അവസ്ഥ ഈ ആത്മാവിന് വരും. അതുകൊണ്ടാണ് ദൈവസൃഷ്ടിയാൽ അങ്ങനെ ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യല്ലേ എന്ന് പറയുന്നതിന്റെ കാരണം. എന്നിട്ട് ഈ ബോഡി എത്ര ദിവസം ഭൂമിയിൽ മറ്റുള്ളവർക്ക് കാഴ്ചയ്ക്ക് വെക്കുന്നു അത്രയും ദിവസവും ഈ ആത്മാവ് പെടഞ്ഞ് ഇവിടെ ജീവിക്കേണ്ടി വരും. അങ്ങനെയാണ് ആത്മഹത്യ ചെയ്യുന്നവരുടെ സ്ഥിതി. അതുകൊണ്ട് ചില വലിയ ആൾക്കാർ, വലിയ മന്ത്രിമാരും ഈ എംപികളൊക്കെ മരിക്കുമ്പം ദിവസങ്ങളോളം ഫ്രീസറിലും മറ്റും അവിടെ ഇവിടെയൊക്കെ വെച്ച് സൂക്ഷിച്ച് ജനങ്ങളെ കാണിക്കുന്നല്ലോ, ഒരു മാസം വരെയൊക്കെ. അപ്പം അത്രയും ദിവസവും ഈ ആത്മാവ് പെടുകയാണ്. ഈ ശരീരം, ഈ ബോഡി ഈ ഭൂമി തന്നെ ഏൽപ്പിച്ചു മറവ് ചെയ്തതിന് ശേഷം മാത്രമേ ആത്മാവിന് ഇവിടെ നിന്നും എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റൂ. അത് ഒരിക്കലും ഒരു ഉത്തരവാദിത്വം ആത്മാവിനുണ്ടെന്നാണ് സിദ്ധാന്തങ്ങൾ പഠിക്കുന്നത്. അപ്പൊ അതുവരെയുള്ള വേദനാജനകമായ സർവ്വവും ഈ ആത്മാവ് അനുഭവിക്കേണ്ടി വരും. ആത്മാവെന്ന് പറയുന്നത് നമ്മുടെ ശരീരം ഒരു കാർ പോലെ, ഒരു വാഹനം പോലെയാണ്. ആത്മാവ് ഈ ശരീരം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ അനുഭവിക്കേണ്ടത് വേദനകളും ദുഃഖങ്ങളും എല്ലാം അനുഭവിക്കേണ്ടി കാരണം വരുന്ന ആത്മാവാണ്. നമ്മൾ ഒരു കാർ ഓടിച്ച് എവിടെയെങ്കിലും കൊണ്ട് നിർത്തി കാർ കേടായി കഴിഞ്ഞാൽ പിന്നെ കാർ ഉപേക്ഷിക്കുന്നു. ഡ്രൈവറായി ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അത് പുറത്തിറങ്ങുന്നതാണ് ആത്മാവ്. ഈ കാറിനെ എങ്ങനെ പൊളിക്കുന്നു, എങ്ങനെ തല്ലിപ്പൊളിക്കുന്നു, എങ്ങനെ തീയിലിടുക്കുന്നു, എങ്ങനെ നശിപ്പിക്കുന്നു, എന്ത് ചെയ്യുന്നു എന്നൊക്കെ ഡ്രൈവറായി ഞാൻ നോക്കി നിന്ന് അതിന്റെ വേദന അനുഭവിക്കേണ്ടി വരുന്നു. ഇതേപോലെയാണ് ആത്മാവും നമ്മുടെ ശരീരം, ഈ ബോഡി, വസ്ത്രം ആയിട്ടുള്ള ബന്ധം. അപ്പൊ അങ്ങനെ അവസരം വരാതിരിക്കുവാനാണ് ആത്മഹത്യ ചെയ്യരുത് എന്ന് പറയുന്നതും. മാത്രമല്ല, ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിന്റെ തത്വപ്രകാരം 3 ബാങ്കിന് മുന്നിലെങ്കിലും മറവ് ചെയ്യണം.
കാര്യം ആ റൂഹിനെ മോചിക്കപ്പെടണം, എത്രയും പെട്ടെന്ന് മറവ് ചെയ്യണം. ആർക്കും വേണ്ടി കാഴ്ച കാണുവാൻ ഇവിടെ വെക്കാൻ പാടില്ല. വെച്ച് കഴിഞ്ഞാൽ അത്രയും മണിക്കൂറുകൾ സെക്കൻഡുകൾ പോലും ആത്മാവ് വേദനിച്ചുകൊണ്ട് ദുനിയാവിൽ തന്നെ കറങ്ങേണ്ടി വരും. ആ അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി എത്രയും വേഗം മയ്യത്ത് ചെയ്യാൻ പറയുന്നത്. അതേപോലെ തന്നെ ബൈബിളിലും മഹാഭാരതത്തിലൊക്കെ പറയുന്നുണ്ട്. കാര്യം സൂര്യൻ അസ്തമിച്ചതിന് ശേഷമാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ ഉദിക്കുന്നതിന് മുമ്പ് മറവ് ചെയ്യണമെന്നാണ്. ഈ സൂര്യൻ ഉദിച്ചതിന് ശേഷമാണ് ഒരാൾ മരിക്കുന്നതെങ്കിൽ അസ്തമിക്കുന്നതിന് മുമ്പ് മറവ് ചെയ്യണമെന്നാണ്. അപ്പൊ അത്രയും സമയം 12 മണിക്കൂറില്ല, 10-12 മണിക്കൂറിനുള്ളിൽ തന്നെ അത് എവിടേക്ക് നിന്ന് ബന്ധുക്കൾ വന്നാലും വന്നില്ലെങ്കിലും അത്രയും സമയം കൂടുതൽ വേദന ആത്മാക്കൾക്ക് കൊടുക്കരുത് എന്നാണ് അപേക്ഷിക്കുന്നത്. ആ അപേക്ഷപ്രകാരം വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ആ ആത്മാവിനെ വേദനിപ്പിക്കാൻ പാടില്ല. ആ ആത്മാവിനെ വേദനിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ആത്മാവിനെ അങ്ങനെ വെച്ച് സൂക്ഷിക്കാനും പാടില്ല, ഓർമ്മിച്ച് കരയാനും പാടില്ല, സങ്കടപ്പെടാനും പാടില്ല. അങ്ങനെ നമ്മൾ ഒരാളെ വിട്ടുപോയി കഴിഞ്ഞാൽ ഒരാളുടെ ഭൂമിയിൽ തിരിച്ചുകൊണ്ടുണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ ചങ്ങല വലിയ ശക്തിയായിരിക്കും, ആത്മീയ ബന്ധം. അയ്യോ നീ പോയല്ലോ, ഞാൻ വരുന്നല്ലോ, അയ്യോ നീ പോയല്ലോ, ഞാൻ വരുന്നില്ല എന്നുള്ള പ്രാർത്ഥനയിലുള്ള സങ്കടവിളി, ആ വിളി നഷ്ടപ്പെട്ട ആത്മാവ്, വിളിപോയ ആത്മാവിനും ആഗ്രഹവും ദുനിയാവും ഇല്ലാത്ത രീതിയിൽ ഒരുപാട് കഷ്ടപ്പെടുന്ന ഗതികേട് ആ ആത്മാവിനെ സ്നേഹമുള്ള ഒരു മനുഷ്യരും വരുത്തി വെക്കരുത്. നമ്മളൊന്ന് മനസ്സിലാക്കണം, നാളെ ഞാൻ നിന്റെ കൂടെ വരുന്നുണ്ട്, അതുകൊണ്ട് നീ സമാധാനിക്കൂ എന്ന് നമ്മൾ പറയുക. ഇപ്പൊ ചിലർ ഗൾഫിൽ പോകുന്നില്ല, 2 വർഷത്തിന് ശേഷം വരാൻ വരുവോ, 10 വർഷം കഴിഞ്ഞാലോ? അപ്പൊ നമ്മൾ കാത്തിരിക്കും. ഒന്നുകിൽ നമ്മൾ അങ്ങോട്ട് ഗൾഫിൽ, അല്ലെങ്കിൽ അവർ ഗൾഫിൽ ഇങ്ങോട്ട് വരും എന്നതുപോലെയുള്ള നമ്മളെ മരിച്ചതിന് ശേഷം നമ്മൾ വിട്ടുപോയ ആത്മാക്കളുമായിട്ട് പിന്നെ സംഗമിക്കാനുള്ള അവസരം കിട്ടുന്നത്. അതുകൊണ്ട് അതുവരെ നാം ആ ആത്മാക്കളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സന്തോഷിച്ച് പ്രാർത്ഥനകൾ ചെയ്യുക. അതിനു വേണ്ടിയിട്ട് കർമ്മങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യുക. അതേ കണക്കിന് നാം സന്തോഷമായിട്ട് പോവുക. അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ ആത്മാവും സുഖസുഖമായി ഏത് മണ്ഡലത്തിലായാലും ജീവിക്കാൻ കഴിയും. നമ്മളെ പ്രതീക്ഷിച്ച് അവർക്ക് കുറച്ചു കാലം അവിടെ ഇരിക്കാൻ കഴിയും. നമ്മൾ ചെല്ലുമ്പോൾ നമ്മളുമായിട്ട് ഒന്നിച്ച് സംഗമിക്കുവാനുള്ള അവസരം സന്തോഷപ്രദമായിട്ട് നമ്മളെ സൃഷ്ടിതാവ് നമുക്ക് തരും എന്ന് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് മരണപ്പെട്ടവരെ ഓർത്ത് പിന്നാലെ പോകുവാനോ പിന്നാലെ അലയടിക്കുവാനോ ഞാൻ വരുന്ന ബഹളമുണ്ടാക്കി ആ ആത്മാവിനെ ശല്യപ്പെടുത്താതിരിക്കുക. നാമും പിന്നാലെ പോകുക നാളെയാണോ മറ്റന്നാളാണോ 10 വർഷം കഴിഞ്ഞിട്ടാണെന്ന് നമുക്കറിയില്ല. അത് സൃഷ്ടിതാവിന് മാത്രമേ അറിയാവൂ. എന്നിരുന്നാൽ തന്നെ സൃഷ്ടിതാവ് നമുക്ക് അഭിനയിക്കാൻ വിട്ട ഈ മഹാലോകത്തെ പരമാവധി സൃഷ്ടിതാവിന്റെ ഇഷ്ടമനുസരിച്ച് നമ്മൾ അഭിനയിച്ച് തീർത്തല്ലാതെ ഈ ഭൂമിലോകം വിട്ടാൽ സൃഷ്ടിതാവ് നമ്മളെ സൃഷ്ടിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണെന്ന് എല്ലാ മനുഷ്യരും മനസ്സിലാക്കിക്കൊണ്ട് ദയവായി അങ്ങനെയുള്ളൊരു ദുരന്തം നമ്മളിൽ നിന്ന് പിരിഞ്ഞുപോയ ആത്മാക്കൾക്ക് ഒരിക്കലും ഉണ്ടാകാതെ ജീവിച്ചിരിക്കുന്നവർ അവരെ സന്തോഷമായിട്ട് പ്രാർത്ഥിച്ച് കൊണ്ട് നമ്മൾ കാത്തിരിക്കുക. നമ്മളും നാളെ അവിടെ വരും. അപ്പം നമുക്ക് ഒന്നിച്ച് സംഗമിക്കാം, ഒന്നിച്ച് സഹകരിക്കാം. നമുക്ക് ഏത് ലോകമാണ് കിട്ടുന്നത് വെച്ച് കഴിഞ്ഞാൽ സൃഷ്ടിതാവ് അല്പമെങ്കിലും നമുക്ക് അനുകൂലം തരുവാണെങ്കിൽ നമ്മളെ ഒന്നിപ്പിക്കുവാനും അവിടെ കഴിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ഷമയും സമാധാനവും സബൂറും എല്ലാ മതപ്രകാരത്തിലുള്ള സിദ്ധാന്തങ്ങളെ അനുസരിച്ചും സൃഷ്ടിതാവ് ദൈവം ഒന്ന് മാത്രമേ ഉള്ളൂ. ആ ദൈവത്തെ അനുസരിച്ചും വിശ്വസിച്ചും അത് ആ ഒരു ഗ്രന്ഥകർത്താവിന്റെ പ്രകാരം നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ അവരിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനം കിട്ടും, നമ്മളെ പിരിഞ്ഞുപോയ ആത്മാവിന് ഒരു സമാധാനം കിട്ടും എന്ന് വിശ്വസിച്ച് ദയവായി നമ്മൾ കാത്തിരിക്കുക. അസ്സലാമു അലൈക്കും. ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇത് മൂക്കില രാജ്യത്തെ മുറിമുഖൻ രാജാവിന്റെ 2ാം പാട്ടാണത്. 3ാം പാട്ട് അടുത്ത എന്റെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ ഞാൻ പറയുവാൻ ഉദ്ദേശിക്കുന്നു. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.